കേരളത്തിൽ ബി.ജെ.പിയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എത്തുകയാണ്. സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖറിനെ നേതൃത്വം നാളെ പ്രഖ്യാപിക്കും. 3 തവണ കർണാടകയിൽ നിന്ന് രാജ്യസഭാംഗമായിരുന്ന രാജീവ് ചന്ദ്രശേഖർ 2ാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയായിരുന്നു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിനോട് പരാജയപ്പെട്ടിരുന്നു. പുതിയ ഭാരവാഹികളെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ നാമനിർദ്ദേശം ചെയ്യും. എസ് ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു നേതാവിനെ തീരുമാനിക്കുന്നു കേന്ദ്ര നേതൃത്വം. പുതുതലമുറയിൽ ലക്ഷ്യമിട്ടുകൊണ്ടൊരു പ്രൊഫഷണലിനെയാണ് സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെയാണ് ഈ തീരുമാനത്തെ കാണേണ്ടത്, വിശകലനം ചെയ്യേണ്ടത് ശ്രീകാന്ത്? ഇന്ന് ഹോട്ടൽ ഹൈസിന്തിൽ വെച്ച് ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നു. അതിൽ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി എന്നിവർ പങ്കെടുക്കും എന്ന് അറിയിച്ചതുമാണ്. അതിനുശേഷം യോഗത്തിലേക്ക് എത്തുന്നതിന് കോർ കമ്മിറ്റി യോഗം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു 1-to-1 കൂടിക്കാഴ്ച നടന്നു. അത് ഈ 1-to-1 കൂടിക്കാഴ്ച നടത്തിയത് രാജീവ് ചന്ദ്രശേഖറുമായിട്ടാണ്. അത് പ്രഭാരിയും സഹപ്രഭാരിയുമാണ് ഈ 1-to-1 കൂടിക്കാഴ്ച നടത്തിയത്. ആ ഘട്ടത്തിൽ തന്നെ ഉറപ്പായിരുന്നു രാജീവ് ചന്ദ്രശേഖറാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് എന്ന്. കാരണം ഇത് കോർ കമ്മിറ്റിയിലേക്ക് തീരുമാനം അറിയിക്കുന്നതിന് മുൻപ്, കേന്ദ്ര തീരുമാനം അറിയിക്കുന്നതിന് മുൻപ് 1-to-1 കൂടിക്കാഴ്ച പതിവാണ്. അത് ആ തീരുമാനം പിന്നീട് കോർ കമ്മിറ്റി ചേർന്നപ്പോൾ കോർ കമ്മിറ്റി യോഗത്തെ അറിയിക്കുകയും ചെയ്തു. കോർ കമ്മിറ്റി ആ തീരുമാനത്തിന് അംഗീകാരവും നൽകി. പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറാണ് ഇത്തരത്തിൽ കേന്ദ്രത്തിൻ്റെ തീരുമാനമുണ്ട് എന്നുള്ള കാര്യം കോർ കമ്മിറ്റി യോഗത്തെ അറിയിച്ചത്. തുടർന്ന് പ്രകാശ് ജാവ്ദേക്കർ ഈ കാര്യത്തിൽ കോർ കമ്മിറ്റിയുടെ അഭിപ്രായം തേടി. കോർ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും അഭിപ്രായ രൂപീകരണവും നടത്തി. ഇനി അടുത്ത ചുമതല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സ്വാഭാവികമായും നോമിനേഷൻ നൽകേണ്ടതുണ്ട്. 2 മണിക്കും 3 മണിക്കും ഇടയ്ക്കാണ് ഈ നോമിനേഷൻ നൽകേണ്ടത്. അത് ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സഹവരണാധികാരിയായിട്ടുള്ള നാരായണൻ നമ്പൂതിരിക്ക് മുൻപാകെ നൽകണം. 4 മണിക്കാണ് അതിൻ്റെ സ്ക്രൂട്ടിനി നടക്കുക. നാളെയാണ് പ്രഹ്ലാദ് ജോഷി, കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള, ഈ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി നാളെ ഈ സംസ്ഥാന അധ്യക്ഷനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. സംസ്ഥാന കൗൺസിൽ യോഗത്തിന് മുൻപാകെയാണ് ഈ പ്രഖ്യാപനം വരുന്നത്. ഇനി ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖം മാറ്റി പ്രതിഷ്ഠിക്കണം. ഇനി പരമ്പരാഗതമായ നേതാക്കൾ മാത്രം പോരാ, ഒരു മാറ്റം വേണം എന്നൊരാവശ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. ഗ്രൂപ്പുകൾക്ക് അതീതമായൊരു നേതാവ് വേണം എന്നൊരാവശ്യമാണ് ഉയർന്നു വന്നത്. ആ ആവശ്യം ഒടുവിൽ രാജീവ് ചന്ദ്രശേഖറിലേക്ക് വന്നെത്തുകയാണ് ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ന്യൂനപക്ഷങ്ങൾക്കിടയിലും യുവാക്കൾക്കിടയിലും അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥയിൽ ഹിന്ദുത്വം മാത്രം പറഞ്ഞാൽ അത് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്യില്ല എന്ന് ബി.ജെ.പി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഹിന്ദുത്വത്തിനൊപ്പം വികസനം കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവിലൂടെ ബി.ജെ.പി വ്യക്തമാക്കുന്നത്. ഇനി സമൂലമായ മാറ്റം ബി.ജെ.പി സംസ്ഥാന ഘടകത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. രാജീവ് ചന്ദ്രശേഖറിനൊപ്പം പുതിയ സംസ്ഥാന കമ്മിറ്റി കൂടി ചുമതലയേൽക്കും. പുതിയ ഭാരവാഹികളെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ നോമിനേറ്റ് ചെയ്യും. ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ അടക്കം പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് പുതിയ ആളുകൾ എത്തും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ചിലപ്പോൾ ഇപ്പോഴുള്ള ചില ആളുകളെ നിലനിർത്താനും സാധ്യതയുണ്ട്. പെട്ടെന്നൊരു മാറ്റം, തലയുരുളൽ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. ചിലരെ നിലനിർത്തി പുതുതായി കുറച്ച് ആളുകളെ കൂടി കൂട്ടിച്ചേർത്തേക്കും. വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം. രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവ് ബി.ജെ.പി കരുതുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ, അടുത്ത സമയത്ത് തന്നെ RSSൽ നിന്നൊരു സംഘടനാ സെക്രട്ടറി കൂടി ബി.ജെ.പിയിലേക്ക് വരും. ശ്രീകാന്ത്, ഈ പുതുതലമുറയിലൊക്കെ സ്വാധീനമുണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നൊരു കണക്കുകൂട്ടൽ ബി.ജെ.പി നേതൃത്വത്തിനുണ്ടാവുന്നു. ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുമുണ്ട്. അതിനെ പാടെ തള്ളിക്കൊണ്ടാണ് കേന്ദ്ര നേതൃത്വം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. പുതിയ അധ്യക്ഷന് മുമ്പിൽ രൂപപ്പെടാൻ പോകുന്ന വെല്ലുവിളികൾ എങ്ങനെയാണ്, അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? പ്രത്യേകിച്ച് വലിയ 2 ദൗത്യങ്ങൾ പുതിയ അധ്യക്ഷന് മുന്നിൽ നിൽക്കുന്നു: തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. അദ്ദേഹത്തിന് മുന്നിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി 30 ജില്ലകളുണ്ട്, സംഘടനാ ജില്ലകളുണ്ട് ബി.ജെ.പിക്ക്. ഈ 30 സംഘടനാ ജില്ലകളിലെയും അധ്യക്ഷന്മാർ ഓരോ ഗ്രൂപ്പുകളുടെ ഭാഗമാണ്. അവർ ഓരോ നേതാക്കളുടെ ലോയലിസ്റ്റുകളാണ്. അവരെ എങ്ങനെ തനിക്കൊപ്പം നിർത്തും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രധാന ചോദ്യമാണ്. അതിനൊരു മറുപടിയും കൂടിയുണ്ട്. അതായത് ഈ സംസ്ഥാന അധ്യക്ഷൻ പുതുതായി വന്നു കഴിഞ്ഞാൽ ഈ ജില്ലാ അധ്യക്ഷന്മാർ സ്വാഭാവികമായും അതിലൊരു പകുതി ഭാഗമെങ്കിലും അദ്ദേഹത്തിനൊപ്പം നിൽക്കും എന്നൊരു കരുതൽ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെയുണ്ട്. ഇനി മറ്റൊന്ന്, ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ
സ്വാഭാവികമായും BJP-യുടെ സംഘടനാ സംവിധാനമല്ല താഴെത്തട്ടിൽ ചലിക്കുന്നത്. ഏറ്റവും അടിത്തട്ടിൽ വർക്ക് വേണ്ട തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിൽ പൂർണ്ണമായും ഇറങ്ങാൻ പോകുന്നത് RSS ആണ്. അതിന് മുൻപായി തന്നെ ഒരു സംഘടനാ സെക്രട്ടറി ഉണ്ടാകും. അദ്ദേഹത്തിലൂടെ ഈ സംഘടനാ സംവിധാനം ചലിപ്പിക്കാൻ BJP-ക്കും രാജീവ് ചന്ദ്രശേഖരനും സ്വാഭാവികമായും കഴിയും എന്നുള്ളതാണ്. അതിനാൽ തന്നെ അതൊരു വെല്ലുവിളിയാകില്ല. മറ്റൊന്ന്, സംസ്ഥാന സമിതി മുഴുവൻ പൊളിച്ചടുക്കി വീണ്ടും അദ്ദേഹം ആദ്യം മുതൽ ഇത് പുനഃസംഘടിപ്പിക്കുമ്പോൾ കുറേ അധികം ആളുകൾ പുറത്തേക്ക് പോകും. അങ്ങനെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അദ്ദേഹം നേരിടേണ്ടി വരും. മറ്റൊന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന്റെ മുഖം ഈ ഫ്ലോട്ടിംഗ് വോട്ടുകളെ തങ്ങൾക്കൊപ്പം കൊണ്ടുവരാൻ എങ്ങോട്ടെന്നറിയാതെ ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകളുണ്ട്. അവരെ കൂടി തങ്ങൾക്കൊപ്പം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്, ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ മുഖം രാജീവ് ചന്ദ്രശേഖരനും അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ RSS-ഉം അതിൻ്റെ സംഘടനാ സെക്രട്ടറിയും ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന രീതിയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പരീക്ഷണമാണ്. തമിഴ്നാട്ടിലേതുപോലെ തന്നെയുള്ള ഒരു പരീക്ഷണമാണ് കേരളത്തിലും അവർ നടത്തുന്നത്. RSS-ന്റെ കൂടി ശ്രീകാന്താണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ വിശകലനം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.